കഥ ഭർത്താവ് ഭാഗം 54. സജിത്തിന് ശ്യാംസുന്ദരനെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. മുൻപൊരിക്കൽ അവൻ ടൗണിൽ വെച്ച് തൻ്റെയൊപ്പം സുനിതയെ കണ്ടപ്പോൾ ഒച്ചവെച്ച് സംസാരിച്ചതും അതിനുശേഷം ബലമായി അവളെയും കൂട്ടി പോയതും അവൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ശ്യാംസുന്ദർ ഇറങ്ങി വരുന്നത് തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നറിയാനാണെന്ന് കരുതി നജീബ് ദേഷ്യത്തോടെ അവനെ നോക്കി. ശ്യാംസുന്ദറിൻ്റെ കൂസലില്ലാത്ത ഭാവം അവനെ ചൊടിപ്പിക്കുക തന്നെ ചെയ്തു. തനിക്കെന്തോടോ കണ്ണ് കാണില്ലേ? ഒരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടാൽ അതിൻ്റെ മുകളിൽ കൂടിയാണോ തനിക്ക് ഈ പാട്ട ഓടിച്ചു കൊണ്ട് പോകേണ്ടത്? നോൺസെൻസ്. നജീബ് ദേഷ്യത്തോടെ പറഞ്ഞു. എന്താടാ മോനെ നിർത്തിക്കളഞ്ഞത്? ബാക്കി കൂടി പറയടാ. ശ്യാംസുന്ദർ അവൻ്റെ തോളത്തേക്ക് കൈവച്ചു. കൈയെടുക്കടോ. നജീബ് തൻ്റെ തോളത്തിരുന്ന ശ്യാംസുന്ദറിൻ്റെ കൈ തട്ടി മാറ്റാൻ നോക്കിയെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. മാത്രവുമല്ല, നജീബിൻ്റെ തോളത്തിരുന്ന അവൻ്റെ കൈ കൂടുതൽ കരുത്താർജിക്കുകയാണ് ഉണ്ടായത്. സജിത്ത് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നു. ശ്യാമേട്ടാ, അവൻ്റെ തോളിൽ നിന്ന് കൈയെടുക്ക്, അവന് വേദനിക്കുന്നുണ്ട്. സജിത്ത് അയാളുടെ കയ്യിൽ ശക്തമായി പിടിച്ചു. സജിത്ത് ശ്യാമിൻ്റെ പേര് വിളിക്കുന്നത് കേട്ടപ്പോൾ നജീബ് അമ്പരപ്പോടെ സജിത്തെ എന്ന് ശബ്ദമില്ലാതെ വിളിച്ചു. ഇയാളെ നിനക്കറിയാമോ എന്നായിരുന്നു ആ വിളിയുടെ അർത്ഥം. സുനിതയുടെ ശ്രീലേഖ ചേച്ചിയുടെ ഭർത്താവാണ്, സജിത്ത് കൂട്ടുകാരനെ നോക്കി പറഞ്ഞു. നജീബ് അവിടെ നിന്നുകൊണ്ട് സുനിതയെ നോക്കുമ്പോൾ അവൾ കാറിൻ്റെ മറുഭാഗത്തേക്ക് തല താഴ്ത്തി നിൽക്കുകയാണ്. ശ്യാംസുന്ദർ നജീബിൻ്റെ തോളത്തു നിന്നുള്ള പിടിവിട്ട ശേഷം സജിത്തിൻ്റെ മുൻപിലേക്ക് വന്നു. അപ്പോൾ ഓർമ്മയുണ്ട് നിനക്ക്? നീ എന്നെ മറന്നിട്ടില്ല അല്ലേടാ? അവൻ സജിത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് താഴെ കുത്തിപ്പിടിച്ചുകൊണ്ട് സജിത്തിനെ മുന്നോട്ടും പിന്നോട്ടും ഉലച്ചു. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ടില്ലടാ, ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇവളുടെ പിന്നാലെ നിന്നെ കാണാൻ ഇടയാകരുതെന്ന്. എന്നിട്ടും നീ അതനുസരിച്ചില്ല അല്ലേടാ നായേ? ചോദ്യവും കൈവീശി സജിത്തിൻ്റെ മുഖത്തേക്ക് അടിയും ഒന്നിച്ചായിരുന്നു. എന്നാൽ അടി സജിത്തിൻ്റെ മുഖത്തേൽക്കും മുമ്പേ നജീബ് അവൻ്റെ കൈക്ക് കയറി പിടിച്ചു. ഏകദേശം ശ്യാംസുന്ദറുമായി പിടിച്ചു നിൽക്കാൻ കരുത്തുള്ള ശരീരമായിരുന്നു നജീബിൻ്റേത്. പക്ഷേ ശരീരത്തിൻ്റെ കരുത്ത് അവൻ്റെ മനസ്സിന് ആയിട്ടില്ലെന്ന് വേണം കരുതാൻ. ആവശ്യമില്ലാതെ അവനെ തൊട്ടുപോകരുത്. താൻ ആരായാലും ദേഹത്ത് തൊട്ടുള്ള ഒരു കളിയും വേണ്ട. അങ്ങോട്ട് മാറി നിന്ന് കാര്യം പറഞ്ഞാൽ മതി. ദൂരോട്ട് മാറി നിന്ന് പറഞ്ഞാലും ഇവിടെ എല്ലാവർക്കും കേൾക്കാം. ആരും ചെകിട് പൊട്ടന്മാരില്ല. തനിക്കെന്താടോ മറ്റുള്ളവരുടെ ശരീരത്ത് കൈവയ്ക്കാതെ കാര്യം പറയാൻ അറിയില്ലേ? നജീബ് അവനെ തള്ളിമാറ്റാൻ നോക്കിയെങ്കിലും അവനതിന് കഴിഞ്ഞില്ല. ശ്യാംസുന്ദർ അവൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈ വലിച്ചൂരിയെടുത്തും കൊണ്ട് മിന്നൽ പോലെ മുട്ടുകാൽ മടക്കി നജീബിൻ്റെ അടിവയറ്റിൽ ഒറ്റ ഇടിയിടിച്ചു. ഇത് നീ എന്നോട് ചോദിച്ചു മേടിച്ചതാ. ശ്യാംസുന്ദരനോട് പിടിക്കാൻ നീ വേറെ ജന്മമെടുത്തു വരണം. അമ്മയെ എന്ന് അലറി വിളിച്ചും കൊണ്ട് ഇരു കൈകളാലും വയർ പൊത്തിപ്പിടിച്ചു നജീബ് നിലത്തേക്കിരുന്നു. നിങ്ങളെന്താ ഈ കാണിക്കുന്നത്? നജീബിനെ തൊഴിക്കാനായി ശ്യാംസുന്ദർ കാലുയർത്തിയപ്പോൾ സജിത്ത് അവനെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. ശ്യാംസുന്ദർ വെട്ടിത്തിരിഞ്ഞ് സജിത്തിൻ്റെ മുഖം പിടിച്ചു കാറിൻ്റെ ടോപ്പിൽ ഒറ്റ ഇടിയിടിച്ചു. അതോടെ സുനിത ഓടി അവരുടെ അടുത്തേക്ക് വന്നു. ഒന്നും ചെയ്യല്ലേ ശ്യാമേട്ടാ, അവരെ ഒന്നും ചെയ്യല്ലേ, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ ഓടി ശ്യാംസുന്ദരനും സജിത്തിനും ഇടയിലേക്ക് കയറി. അവരല്ല തെറ്റ് ചെയ്തെങ്കിൽ പിന്നെ ആരാടി ചെയ്തത്? നീയാണോ? മാറി നിൽക്കടി, അല്ലെങ്കിൽ നീ ഇനി അടുത്തത് നിനക്കാ. ശ്യാംസുന്ദർ മുരണ്ടു. സുനിത അവിടെ നിന്നും അനങ്ങാൻ പോലും കൂട്ടാക്കിയില്ല. ഒരു പകല് മുഴുവൻ രണ്ണത്തിൻ്റെ കൂടെ അഴിഞ്ഞാടിയിട്ട് നീ എൻ്റെ മുന്നിൽ വന്നു നിന്ന് ആജ്ഞാപിക്കുന്നോ? മാറടി മുമ്പിൽ നിന്ന്. ഞാൻ മാറില്ല. ശ്യാമേട്ടൻ എന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്? എന്ത് തെറ്റാ അവർ ശ്യാമേട്ടനോട് ചെയ്തത്? അവന്മാർ ചെയ്ത തെറ്റോ? നിന്നെ എവിടെ കൊണ്ടുപോയി കൂത്താടിച്ചിട്ട് ഒരുപാട് ഇവന്മാർ രണ്ടെണ്ണമേ ഉള്ളായിരുന്നോടി നിൻ്റെ കൂടെ? അതോ ഒരു ഡസൻ വേറെ ഉണ്ടായിരുന്നോ? നാണമില്ലേടി നിനക്ക്? അതിനുള്ള പ്രതിഫലമാണോടി നിനക്ക് ഇവന്മാർ വാങ്ങി തന്ന ആ ബിരിയാണി?
സുനിതയുടെ കയ്യിൽ നിന്നും തറയിലേക്ക് വീണ് പാർസലിലേക്ക് നോക്കിക്കൊണ്ട് ശ്യാം ചോദിച്ചു. ശ്യാമേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഇന്ന് സജിത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ സന്തോഷത്തിന് സജിത്ത് വാങ്ങിച്ചു തന്നതാ അത്. ഓ, എന്ന് ഞാനങ്ങ് വിശ്വസിച്ചോണമല്ലേ? അവൻ്റെ ബർത്ത്ഡേക്ക് അവൻ നിനക്ക് സമ്മാനം വാങ്ങി തന്നോ? അതെന്താടി, അങ്ങനെ വഴിയിൽ കാണുന്ന പെണ്ണുങ്ങൾക്കൊക്കെ സമ്മാനം വാങ്ങിച്ച് കൊടുക്കുന്നവനാണോടേ ഈ ചെറ്റ? ഇവൻ്റെ കൂടാണോ നീ അഴിഞ്ഞാടാൻ നടക്കുന്നത്? കടിച്ചാൽ പൊട്ടാത്ത നുണ പറയാതെ മുമ്പിൽ നിന്ന് മാറടി. ഞാൻ മാറില്ല. ശ്യാമേട്ടൻ സജിത്തിൻ്റെ കഴുത്തിൽ നിന്നുള്ള പിടിവിട്. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചെങ്കിലും അവൻ്റെ കൈ ഒന്ന് ചലിപ്പിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. നീ മാറില്ലേ? ശ്യാം സുന്ദർ അതോടെ തലകൊണ്ട് അവളുടെ മുഖത്തടിക്കാൻ നോക്കിയെങ്കിലും അവൾ തല പിന്നിലേക്ക് വലിച്ചു. എന്നാൽ തലകൊണ്ടുള്ള അവൻ്റെ അടുത്ത ഇടി സുനിതയുടെ കവിളത്ത് കൊള്ളു തന്നെ ചെയ്തു. വേദന കൊണ്ട് കണ്ണുകൾ അടച്ചതല്ലാതെ അവൾ നിലവിളിച്ചില്ല. സജിത്ത് പെട്ടെന്ന് കാലും കൈയും ഉപയോഗിച്ച് ശ്യാമിനെ പിന്നിലേക്ക് ഒറ്റ തള്ളു തള്ളി. അപ്രതീക്ഷിതമായ പ്രയോഗമായിരുന്നതിനാൽ ശ്യാം പിന്നിലേക്ക് തെറിച്ച് റോഡിൽ വീണു. അവൻ അവിടെ നിന്നും കൊണ്ട് ഉടുപ്പിൽ നിന്ന് എന്തോ ആയുധം വലിച്ചെടുക്കുന്നത് കണ്ട നജീബ് ചാടി എണീറ്റ് ആയുധമിരുന്ന് അവൻ്റെ കൈ ചവിട്ടി പിടിച്ചു. ശ്യാം സുന്ദർ ഇടത് കൈ വീശി 2 തവണ അവൻ്റെ കാലിൽ പിടിച്ച ശേഷം നജീബിനെ തള്ളിമാറ്റി. നൊടിയിടയിൽ അവൻ ചാടി എണീറ്റ് സജിത്തിനെ ലക്ഷ്യമാക്കി വന്നെങ്കിലും സുനിത അവന് മുന്നിൽ ഒരു മതിൽ പോലെ വന്നു നിന്നു. നിങ്ങൾക്ക് കൊല്ലണോ? എങ്കിൽ ആദ്യം എന്നെ കൊല്ല്, എന്നിട്ടായിക്കോ ബാക്കിയെന്തും. അവൾ 2 കൈകളും വീശി അവൻ്റെ മുൻപിൽ നിന്നു. സുനിതേ, നിന്നോട് മാറാനാണ് പറയുന്നത്, അല്ലെങ്കിൽ അവനുള്ളത് ഞാൻ നിനക്ക് തരും. മാറുന്നില്ല ഇപ്പോൾ. അവനുള്ളത് എനിക്ക് തരും പോലും. ഞങ്ങളെ ഇങ്ങനെ നടുറോഡിലിട്ട് ശിക്ഷിക്കാൻ താൻ ആരടോ? നിങ്ങൾക്ക് ആരാ അതിനുള്ള അധികാരം തന്നത്? എന്നെ കാത്ത് സംരക്ഷിച്ചു കൊള്ളാമെന്ന് താൻ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ? അതോ എൻ്റെ പിന്നാലെ വാലുപോലെ ഉണ്ടാവണമെന്ന് തന്നോടാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു സംരക്ഷകൻ വന്നിരിക്കുന്നു. എനിക്കറിയാം, എന്നെ നോക്കാൻ എനിക്കതിന് ഇയാളുടെ സഹായം വേണ്ട. നിങ്ങൾ ചേച്ചിയുടെ ഭർത്താവ് എന്ന സ്ഥാനത്ത് നിന്നാലേ നിങ്ങൾക്ക് ആ ബഹുമാനം എന്നിൽ നിന്നും കിട്ടൂ. ഇന്നല്ല, ഇനി എന്നും. എടി മോളെ, നിന്നെ ഇവന്മാർ കൊണ്ട് നടന്ന് നശിപ്പിക്കും. ഇവന്മാരെ കണ്ടാൽ അറിയില്ലേ മഹാപിഴകളാണെന്ന്. ഇവന്മാരുടെ കൂടെ കൂടരുത് സുനിത മോളെ നീ. അവൻ സജിത്തിനെ പകയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആരുടെ കൂടെ കൂടണം, ആരുടെ കൂടെ കൂടണ്ട എന്ന് താൻ എനിക്ക് ക്ലാസ് എടുക്കണ്ട. മനുഷ്യനെ തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കായിട്ടുണ്ട്. നിങ്ങൾ അതോർത്ത് സങ്കടപ്പെടേണ്ട. ഞാൻ തെറ്റ് ചെയ്യുന്നതെങ്കിൽ എന്നെ ശിക്ഷിക്കാൻ വീട്ടിൽ അമ്മയുണ്ട്, അല്ലെങ്കിൽ ശ്രീലേഖ ചേച്ചിയുണ്ട്. അവരുടെ ആരുടെയും സ്ഥാനം നിങ്ങൾ ഏറ്റെടുക്കണ്ട. ഏറ്റെടുത്തും കൊണ്ട് എൻ്റെ മുമ്പിൽ വന്നാലും ഞാൻ അത് അംഗീകരിച്ചു തരില്ല. അത്രയും പറഞ്ഞപ്പോഴേക്കും സുനിത കിതയ്ക്കാൻ തുടങ്ങിയിരുന്നു. ശ്യാം സുന്ദരിൻ്റെ മുഖത്തെ വൈരത്തിളക്കം ഒരു ക്രൂരതയാർന്ന ചിരിയിലേക്ക് വഴിമാറി. തൻ്റെ കയ്യിലിരുന്ന കത്തി കണ്ണിനടുത്തേക്ക് അടുപ്പിച്ചു വെച്ചും കൊണ്ട് അവൻ സുനിതയെ നോക്കി. അവൻ സുനിതയ്ക്ക് നേരെ കത്തി വീശിയെന്ന് തോന്നിയതിനാൽ സജിത്തും നജീബും ജാഗ്രതയോടെ നിന്നത്. ശ്യാം സുന്ദറിൻ്റെ കണ്ണുകൾക്ക് ഉപ്പൻ്റെ കണ്ണുകളുടേതിന് സമാനമായ ചോരത്തിളക്കം വന്നതിനാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും സുനിതയ്ക്ക് പേടിയായി. കാത്തിരുന്നോടി, നിനക്ക് പലിശ ചേർത്ത് ശ്യാം സുന്ദർ തന്നില്ലെങ്കിൽ എൻ്റെ പേരെടുത്ത് നീ ഏതെങ്കിലും ചാവാലിപ്പെട്ടി കിട്ടുകൊടുത്തോ? നീ ഇനി രാത്രിയിൽ ഇവന്മാരുടെ കൂടെ പൊറുക്കാൻ പോകില്ലല്ലോ. വീട്ടിലേക്കല്ലേ വരുന്നത്? ഞാനും വരുന്നുണ്ട് നിൻ്റെ അടുത്തേക്ക്. നിനക്കുള്ളത് അവിടെ തന്നോളാം, പലിശ ചേർത്ത്. നീയും സൂക്ഷിച്ചോടാ. ശ്യാം സുന്ദർ സജിത്തിനെ നോക്കി. ഇവിടെ വെച്ച് കാറിൽ നിന്നിറങ്ങിയപ്പോൾ എനിക്ക് നിന്നെ തീർക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് ലക്ഷ്യം തെറ്റിപ്പോയെന്നാണോ നീ കരുതിയത്? തെറ്റിയത് നിനക്കാടാ. നീ അത് കാണാൻ പോകുന്നേയുള്ളൂ. ഇനി എൻ്റെ കൺമുൻപിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെയൊരു അവസരം കിട്ടത്തില്ല മോനെ. ശ്യാം സുന്ദർ തരില്ല. അത് നീ ഇനി ഏത് കൊമ്പത്തെ മോനായാലും. ശ്യാം സുന്ദറാ പറയുന്നത്. ശ്യാമിന് വാക്ക് ഒന്നേ ഉള്ളൂ. അവിടെ നിന്നും കൊണ്ട് ശ്യാം സുന്ദർ നജീബിനെ ഒന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു ലോറിക്കടത്തേക്ക് പോയി. അത്രയും നേരം പിടിച്ചു നിന്നത് എങ്ങനെയെന്ന് സുനിതയ്ക്ക് അറിയുമായിരുന്നില്ല. അവൾ പെട്ടെന്ന് 2 കൈകളും കൊണ്ട് മുഖം പൊത്തി നിന്നു.
സുനിതേ കരയല്ലേ, അത് കഴിഞ്ഞു. അയാൾ ദേ വണ്ടിയും കൊണ്ടുപോയി. അവിടെ കവലയിൽ നിന്ന് ആരൊക്കെയോ ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. ഇവിടെ കുറേ നേരമായി 2 വണ്ടി കിടക്കുന്നതും ഉച്ചത്തിലുള്ള സംസാരവുമൊക്കെ കേട്ട് ആർക്കോ എന്തോ സംശയം തോന്നിയിട്ട് ശ്രദ്ധിക്കുകയാണ്. നീ ഇവിടെ നിന്ന് കരയുന്നത് കണ്ടാൽ അവരെല്ലാം ഇനി ഇങ്ങോട്ട് വരും. ശ്യാം സുന്ദർ വണ്ടി ഓടിച്ചും കൊണ്ട് പോയപ്പോൾ കവലയുടെ കാഴ്ച അവർക്ക് കൂടുതൽ വ്യക്തമായി. ഇവൻ്റെ കൂടെ ആ വീട്ടിൽ കഴിയുന്ന നിങ്ങളെയൊക്കെ സമ്മതിച്ചു തന്നേക്കുന്നു. ഇതുപോലുള്ള ജന്മങ്ങളെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കാതെ കൊന്ന് കത്തിച്ച് കളഞ്ഞേക്കണം. അതാ വേണ്ടത്. അയാൾ ശരിക്കും ഒരു സൈക്കോ ആണെന്ന് തോന്നുന്നു. ഏത് നിമിഷവും ആരെയും യാതൊരു കാരണവുമില്ലാതെ ആക്രമിക്കുന്ന ഇനം. പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി 1000 വാട്ട് ഷോക്ക് കയറ്റണം. അവൻ്റെ തലച്ചോറൊക്കെ കരിഞ്ഞു പോകണം. ശ്യാം സുന്ദർ പോയ വഴിയെ കണ്ണൊടിച്ചും കൊണ്ട് നജീബ് പറഞ്ഞു. അവൻ വന്ന് സജിത്തിൻ്റെ കവിളിൽ നിന്ന് തിണർത്തി കിടക്കുന്ന പാടിലേക്ക് നോക്കി. വേദനയുണ്ടോടാ? അവൻ്റെ ഒടുക്കത്തെ ഇടിയായിരുന്നു. അവിടെ തൊട്ടും കൊണ്ട് നജീബ് ചോദിച്ചു. സാരമില്ല, നമുക്ക് പോയേക്കാം. അവനത് നിസ്സാരമായി തള്ളി. സുനിതേ, നീ വണ്ടിയിലേക്ക് കയറ്. നിന്നെ ഞങ്ങൾ വീട്ടിൽ വിട്ടേക്കാം, സജിത്ത് അവളോട് പറഞ്ഞു. വേണ്ട, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ പൊയ്ക്കോളാം. സുനിത തറയിൽ വീണ് കിടന്ന സ്കൂൾ ബാഗും പാഴ്സലും എടുത്തു. നീ ഇനി എന്ത് പേടിക്കാനാ? ആ വഴിയിലെങ്ങാനും വെച്ച് അയാളെ കാണുമോ എന്നായിരുന്നല്ലോ നിൻ്റെ പേടി. അത് കഴിഞ്ഞില്ലേ? സജിത്ത് നിർബന്ധിച്ചപ്പോൾ അവൾ കാറിലേക്ക് കയറി. കവലയിലൂടെ നടന്നു പോകാൻ ഇനി അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. വീടിന് താഴെ സജിത്തിൻ്റെ കാറിൽ നിന്നിറങ്ങി അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചെങ്കിലും ആ ചിരി വികൃതമായി പോയി. സജിത്ത് അവിടെയിട്ട് തന്നെ കാർ തിരിച്ചും കൊണ്ട് വന്ന വഴിയെ ഓടിച്ചുപോയി. ശ്രീലേഖ വന്നിട്ട് കുളി കഴിഞ്ഞു പുറത്തുനിന്ന് തുണികൾ വിരിച്ചിട്ടും കൊണ്ട് നിൽക്കുമ്പോഴാണ് സുനിത കയറി വരുന്നത്. അവൾ രാവിലെ താമസിച്ച് താൻ വൈകിട്ട് വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയതിനാൽ ശ്രീലേഖ അവളോട് ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവൾ തന്നെ കടന്നു പോകുമ്പോൾ കൈപ്പത്തിയുടെ പുറം കൊണ്ട് കണ്ണു തുടയ്ക്കുന്നത് പോലെ ശ്രീലേഖയ്ക്ക് തോന്നി. അവൾ അവിടെ നിന്നും കൊണ്ട് അനിയത്തിയെ ഒന്ന് നോക്കിയ ശേഷം അവളെ വിളിച്ചു. നീ എന്താ കരയുവാണോ മോളെ? ശ്രീലേഖ അവസാനം വിരിച്ചിടാനായി എടുത്ത സാരി അതേപോലെ ബക്കറ്റിലേക്ക് തിരികെ ഇട്ടു. അത്രയും നേരം പിടിച്ചു നിന്ന അവൾ പൊട്ടിപ്പിളർന്നു പോയി. സുനിത ഓടി വന്ന് ശ്രീലേഖയെ കെട്ടിപ്പിടിച്ചു. എന്താ മോളെ ഇത്? എന്തിനാ നീ കരയുന്നത്? എന്ത് പറ്റിയടി? ശ്രീലേഖ അവളെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. നിർത്താതെയുള്ള ഏങ്ങലടിയിൽ സുനിതയുടെ പുറം ഉയർന്ന് താണുകൊണ്ടിരുന്നു. ശ്രീലേഖയ്ക്കുള്ള ചായയുമായി വന്ന് സരോജിനി അമ്മയും കണ്ടു സുനിത ചേട്ടത്തിയെയും കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നത്. അവർ ഓടി മകളുടെ അടുത്തേക്ക് വന്നു. എന്തു പറ്റി മോളെ? ഇവളെന്തിനാ നിലവിളിക്കുന്നത്? അവർ ശ്രീലേഖയോട് ചോദിച്ചു. അവളിങ്ങോട്ട് വന്നതേയുള്ളൂ അമ്മേ. എന്നെ കണ്ടയുടൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അല്പനേരം കഴിഞ്ഞു അവളുടെ സങ്കടം അടങ്ങിയപ്പോൾ ശ്രീലേഖ അനിയത്തിയുടെ മുഖം തൻ്റെ തോളിൽ നിന്നും അടർത്തി മാറ്റി തൻ്റെ മുഖത്തിന് നേർക്ക് പിടിച്ചിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഭയത്തിൻ്റെയോ നഷ്ടബോധത്തിൻ്റെയോ കെടാതെ കിടക്കുന്ന ഒരു നാളം തൻ്റെ കൂടപ്പിറപ്പിൻ്റെ കൺകോണിൽ എങ്ങോ ഉണ്ടെന്ന് ശ്രീലേഖയ്ക്ക് തോന്നി. തുടരും കഥയുടെ അടുത്ത ഭാഗം.